E1 എന്ന് പറയുന്നത് ഇൻ്റെ ക്ലോസ്ഡ് സ്പേസാണ്. നമുക്കിവിടെ കാണിക്കേണ്ടത് ഇയിലെ ഒരു പോയിൻ്റാണ് y0 എന്ന് പറയുന്നത്. ഈ y0ഉം E1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/2 കൂടുതലാണെന്നാണ് കാണിക്കേണ്ടത്. ഈ y0ൻ്റെ നോം വാല്യൂ എന്ന് പറയുന്നത് 1 ആണെന്നും തന്നിട്ടുണ്ട്. E1 എന്ന് പറയുന്നത് ഇൻ്റെ സബ്സ്പേസ് ആണ്, ഇ എന്ന് പറയുന്നത് എക്സിൻ്റെ സബ്സ്പേസ് ആണ്. നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഇയിലുള്ളൊരു പോയിൻ്റാണ് y0 എന്ന് പറയുന്നത്, അതിന് നോം വാല്യൂ 1 ആണ്. ഈ പോയിൻറ്റും y0ഉം E1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1/2 കൂടുതലാണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ E1 ഒഴിവാക്കിയിട്ടുള്ള നമ്മുടെ ഇയിലെ സ്പേസ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഞാനൊരു പോയിൻ്റ് y എടുക്കുന്നു. ഈ y-യും E1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു a ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പോയിൻ്റ് ഞാൻ x0 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് എടുക്കുന്നു. ഈ y-യും x0ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a ചെറുതാണെന്ന് ഞാൻ എടുക്കുന്നു. ഓക്കെ, y-യും E1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് a ആണെന്നും y-യും x0 എന്ന് പറഞ്ഞാൽ E1ൻ്റെ ഉള്ള പോയിൻ്റാണ്, ഇത് <2a ആണെന്ന് എടുക്കുന്നു. ഇനി നമ്മൾ ഈ y0 ഉണ്ടല്ലോ, ഈ y0നെ ഈ രണ്ട് ഡിസ്റ്റൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ y0നെ y-ൻ്റെയും x0ൻ്റെയും ടേംസിൽ ഞാൻ എഴുതാണ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം നോം y0 1 ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ y-x0 നോം y-x0 എന്ന് എഴുതാലോ. ഇതിന് നോം വാല്യൂ എടുത്ത് എന്ത് വരും? 1 തന്നെ വരുമല്ലോ. അപ്പോൾ നോം y0 1 എന്ന് വരുന്നു. അപ്പോൾ y0ന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ഇതാണ് എഴുതുക. ഇനി ഡിസ്റ്റൻസ് ഓഫ് y0 E1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ E1ന് പകരം ആർബിട്രറി ആയിട്ട് E1ൻ്റെ ഉള്ളിലൊരു പോയിൻ്റ് എക്സിനെ നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഡിസ്റ്റൻസ് ഓഫ് y0 E1 കാണിക്കുന്നതിന് പകരം ഡിസ്റ്റൻസ് ഓഫ് y0x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ y0ന് പകരം നമ്മൾ ഇതാണ് യൂസ് ചെയ്യുക. അപ്പോൾ നോം y0 മൈനസ് എക്സിൻ്റെ വാല്യൂ കണ്ടാൽ പോരാ ഡിസ്റ്റൻസ് കാണുന്നതിന് പകരം. അപ്പോൾ y0ന് പകരം നമ്മളിതാ ഈ y-x0 നോം y-x0 ചെയ്യുന്നു. എന്നിട്ട് ഈ ഡിനോമിനേറ്ററിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഇതിൽ നിന്ന് ഇത്രയും ടേം നോക്കിയേ, എക്സ് എന്ന് പറയുന്നത് എവിടെയുള്ളതാ? E0 x0ഉം എവിടെയുള്ളതാ? E0 അല്ലേ? എക്സും E0 x0ഉം E0 അപ്പോൾ എന്തായി? എക്സിനോട് ഇത് മൾട്ടിപ്ലൈ ചെയ്താലും അത് E0 ഉണ്ടാവും, x0 E0. അപ്പോൾ ഇത് മൊത്തം എന്തായി? E0 y-E0 എന്ന് പറയുന്ന ഫോമിലായി. നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചാൽ എന്താ? y-യും E0ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? a ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെന്ത് പറയാൻ പറ്റും? ഈക്വൽ ടു a എന്ന് പറയാൻ പറ്റും. അതേപോലെ ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? y-x0 എന്ന് പറയുന്നത് y-യും x0 തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ <2a ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്തായി? ഗ്രേറ്റർ ദാൻ 2a ആയില്ലേ? നോം y-x0ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ <2a ആയിരുന്നു. അപ്പോൾ 1/നോം y-x0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1/2a ആയിരിക്കും. അത് നേരെ ഇവിടേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ a/2a എന്ന് വരും, 1/2 എന്ന് വരും. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തല്ലോ.